ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ +1 ഇംഗ്ലീഷ് ക്ലാസ്സിന് ഒരു 2 വീക്സോളം ഒരു ലീവ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഥയുടെ ബാക്കിയാണല്ലേ ഇന്ന് കേട്ടത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സീഗളിന്റെ ആ കഥയുടെ ബാക്കി ഭാഗം നമ്മൾ കേട്ടു. അപ്പോൾ എല്ലാവരും ആദ്യ ഭാഗമൊക്കെ മറന്നിരിക്കുകയാണോ? ഒരു 2 വീക്സിന്റെ ലീവ് ഇടയ്ക്ക് വന്നല്ലോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം സീകൾ പറഞ്ഞ കഥയുടെ പകുതിയോളം ഭാഗത്തിന്റെ മലയാളം സമ്മറി കേട്ട് കഴിഞ്ഞതാണ്. ഓക്കെ, ഇവിടെ ഞാൻ മുഴുവൻ ഭാഗവും ഏറ്റവും ചുരുക്കിയിട്ടാണ് നമ്മൾ സമ്മറി കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ പകുതി ഭാഗവും തന്നിട്ടുണ്ട്. പക്ഷെ ആ പകുതി ഭാഗവും കൂടി വായിച്ച് ഞാൻ ലെങ്ത് കൂട്ടുന്നില്ല. ബാക്കി പകുതി ഭാഗം ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്കത് മുഴുവനായിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിലുണ്ട്, വായിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. കുറച്ചകലെയായി അവന്റെ അമ്മ ഒരു മീനിനെ കൊത്തിക്കീറി ഭക്ഷിക്കുന്നത് അവൻ കണ്ടു. മകനോട് അലിവ് തോന്നിയ അമ്മ ഒരു കഷ്ണം മീൻ ചുണ്ടിനടിയിൽ കൊത്തിക്കൊണ്ട് അവന്റെ നേരെ പറന്നു. അവന്റെ അടുത്തെത്തിയപ്പോൾ തള്ളപ്പക്ഷി വായുവിൽ തുഴഞ്ഞു നിന്നു. ആ പക്ഷിക്കുഞ്ഞിന് വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരുന്നു. അവൻ അമ്മയുടെ ചുണ്ടിനിടയിലിരുന്ന മീൻ കഷ്ണത്തെ ലക്ഷ്യമാക്കി ഊളിയിട്ടു. അവൻ ചിറക് വിടർത്താതെ വായുവിൽ അകപ്പെട്ടു. അമ്മയുടെ ചിറകടി ശബ്ദം അവൻ കേട്ടു. ഒരു നിമിഷം ആ അവസ്ഥ തുടർന്നു. പെട്ടെന്ന് അവന്റെ ചിറകുകൾ വിടരുകയും അവൻ പറക്കാൻ തുടങ്ങുകയും ചെയ്തു. അവൻ ചിറകടിക്കാനും പറന്നുയരാനുമൊക്കെ തുടങ്ങി. അവന്റെ ഭയമെല്ലാം പമ്പ കടന്നു. അവന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷമായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആ കഥ നമ്മൾ മുഴുവൻ കേട്ടു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു റിവ്യൂ ആണല്ലേ. ഈ കഥയുടെ ഒരു റിവ്യൂ തയ്യാറാക്കണം. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം ആ റിവ്യൂ ഉണ്ടാവും. അതിനോടൊപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്, റീഡ് ആൻഡ് റെസ്പോണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിന്റെ നോട്ട്സ് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ചോദ്യവും അതിന്റെ നോട്ട്സും കേൾക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ റീഡ് ആൻഡ് റിഫ്ലക്ട്, അത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 10 to 13 ആ ഭാഗങ്ങളിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why was the young seagull afraid to fly? ആ ചെറു കടൽ കാക്കയ്ക്ക് പറക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ആൻസർ, the young seagull was afraid to fly because he thought that his wings would not support him and he would fall into the sea and die. Second question, what did the parents do to motivate the young bird when it failed to muster up courage to fly? കടൽ കാക്ക കുഞ്ഞിനെ പറക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി അവന്റെ അച്ഛനമ്മമാർ എന്തൊക്കെ ചെയ്തു? The parents flew around the young seagull calling him loudly. They scolded him and even threatened to starve him. പിന്നെ ഒരു കാര്യം പറയാം ഫ്രണ്ട്സ്, ഈ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും നോട്ടായിട്ട് വേണ്ടി വരും. കാരണം സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചേഴ്സിന് അത് കൊടുക്കേണ്ടി വരും. അപ്പൊ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതുക. അതിനുള്ളൊരു ഹെൽപ്പാണിത്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി ശ്രദ്ധിക്കുന്നതോടെ നിങ്ങൾക്ക് റിവ്യൂ നന്നായിട്ട് എഴുതാൻ പറ്റും. റിവ്യൂ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നൊക്കെ എടുത്തിട്ട് റിവ്യൂ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. How did the parents support and encourage the young seagulls, brothers and sisters? കടൽ കാക്ക കുഞ്ഞിന്റെ സഹോദരങ്ങൾക്ക് പറക്കാൻ എന്തൊക്കെ സഹായമാണ് അച്ഛനും അമ്മയും ചെയ്തു കൊടുത്തത്? ആൻസർ, the parents flew with them, trying to perfect them in the art of flying. They taught them how to dive for fish. Fourth one, cite an instance which shows the pathetic condition of the young bird. കടൽ കാക്ക കുഞ്ഞിന്റെ ദയനീയ അവസ്ഥ വിവരിക്കുക. Answer, the young seagull had nothing to eat. He had to bear the heat of the sun. He even gnawed at the dried pieces of the eggshell from which he and his brothers and sisters had hatched. It was like heating a part of himself. Fifth question, how did the bird try to reach its parents without having to fly? പറക്കാൻ അറിയാത്ത ആ കടൽക്കാക്ക കുഞ്ഞ് അവന്റെ മാതാപിതാക്കളുടെ അടുത്തെത്താൻ ശ്രമിച്ചത് എങ്ങനെ? ആൻസർ, the young seagull tried to reach his parents by trotting back and forth from one end of the ledge to the other, but he saw only the steep precipices on either side. He could not reach his parents because there was a deep wide crack between him and his parents. Okay, നമുക്കിനി 6th question നോക്കാം.
Why could the seagull not succeed in its attempt? എന്തുകൊണ്ടാണ് കടൽക്കാക്കയ്ക്ക് അതിന്റെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയാതിരുന്നത്? Answer. The seagull could not succeed in its attempt because there was nothing to walk on that would bring him to his parents. A deep white crack separated him from his parents, and there was no way for him to reach them except by flying to them. Second question. Do you think that the young seagull's parents were cruel? കടൽക്കാക്കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവനോട് ക്രൂരത കാട്ടിയോ? Answer. The young seagull's parents were not cruel to him. They had great love for it. They wanted to motivate the bird to fly. അപ്പോൾ ഫ്രണ്ട്സ്, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, അവർക്ക് ഉപകാരപ്പെടട്ടെ. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം. Can you justify the attitude of the parents? മാതാപിതാക്കളുടെ പ്രവൃത്തികളെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും? Answer. The parents wanted to teach him how to fly. For this, he must have confidence and feelings of self-reliance. The parents would not live forever. They wanted to make him self-reliant and earn food for himself. Ninth question. Your parents sometimes behave in the same manner. They may seem cruel and unrelenting. Does it mean that they do not love you? Answer. Our parents sometimes behave in this cruel and unrelenting manner. This is only to make us self-reliant. This is not because they do not love us. They want to train us to become independent and self-reliant. If they fail to act this way, we are likely to become helpless in life. Their actions may seem to be cruel, but they are never cruel. Okay, 10th question. What prompted the young seagull finally fly? അവസാനം കാക്കക്കുഞ്ഞിനെ പറക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? Answer. It was extreme hunger that made the young seagull fly at last. The mother bird had a piece of fish between her beaks, but she wanted him to come flying to it. Okay friends, അപ്പോൾ നമുക്ക് ഇതിനെ അറിയാലോ, ലാസ്റ്റ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം റിവ്യൂയിലേക്ക് പോവുക. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. നോട്ട്സ് ഒക്കെ എന്തായാലും എഴുതേണ്ടി വരും, കാരണം സ്കൂൾ തുറക്കുമ്പോൾ നോട്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ എഴുതിയെടുക്കുക. ആൻഡ് അതിനുശേഷം നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ആൻഡ് നമുക്ക് ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ ബാക്കി നോക്കാം. ഓൺ ദ ഗ്രീൻ സീ. ആ പക്ഷിക്കുഞ്ഞിന് കടലിന് മീതെ പറക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? Answer. The young seagull could not stand on the green sea because his legs would go down the water, but when his belly touched the water, it would not sink. Okay, 14th question. Do you think that the bird's parents loved him? Why? പക്ഷിക്കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? Answer. The bird's parents loved him. They wanted to teach him how to be courageous and self-confident. They wanted him to fly. The mother came with a piece of fish to tempt him into flight. When he flew, at last, the whole family expressed their joy by flying with him. Okay friends, നമ്മൾ ജസ്റ്റ് ഒരു പേജ് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുൻപ് ചോദിച്ചിരുന്ന ആ ക്വസ്റ്റ്യൻ അല്ലേ, ആൻഡ് അതിന്റെ ആൻസർ കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒന്ന് മിസ്സായി പോയതാണ്. നമ്മൾ 11th ക്വസ്റ്റ്യൻ അവിടെ വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് നോക്കാം. Why was the young bird terrified? How did it overcome its fear? എന്തുകൊണ്ടാണ് ആ പക്ഷിക്കുഞ്ഞ് ഭയവിഹ്വലനായത്? എങ്ങനെയാണ് ആ പക്ഷിക്കുഞ്ഞ് ഭയത്തെ അതിജീവിച്ചത്? Answer. The young seagull dived at the fish that was in his mother's beak. When he dived, he fell outwards and downwards into the space. The wind was brushing against his breast and he was terrified. His wings opened suddenly and began to cut through the air. He was not falling now, thus he overcome his fear. 12th question. How did the family support the young seagull? അവന്റെ കുടുംബം എങ്ങനെയാണ് അവനെ പിന്തുണച്ചത്? Answer. The mother flew past him. The father flew over him. His two brothers and sisters flew around him. All members of the family supported him in their own way.
And 13th question, why couldn't the young seagull stand on the green sea? ആ പക്ഷിക്കുഞ്ഞിന് കടലിനു മീതെ നിൽക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഓക്കെ, ഇതിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ മിസ്സായി പോയതാണ്. ഐ എം വെരി സോറി. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 1 റീഡ് ആൻഡ് റെസ്പോണ്ട്. അതും റീഡ് ആൻഡ് റെസ്പോണ്ടിനാണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് 13 to 14 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് അതും കൂടി നോക്കിയതിനു ശേഷം റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ്, ഇത് നിങ്ങനെ അടിച്ചു പോയാൽ നിങ്ങൾക്ക് റിവ്യൂ പെട്ടെന്ന് കിട്ടും. അതാണ് നമുക്ക് ക്ലാസ്സിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടൊക്കെ മിസ്സാവും. നോട്ട് എന്തായാലും നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടും വരും. അപ്പൊ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയൊരു ലോഡാവും. അപ്പൊ ഇപ്പൊ തന്നെ എഴുതി തീർക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി? ഈ കഥയുടെ വിഷയം എന്താണ്? ആൻസർ, the theme of the story is the need for building self-reliance in young people. Second question, what do you think is the real crisis faced by the young bird? ആ ചെറുപക്ഷി നേരിട്ട പ്രതിസന്ധി എന്തായിരുന്നു? Answer, the real crisis faced by the young bird was lack of confidence and his fear to go out of its nest. Third question, what is your impression of the reaction of the parents in the story? മാതാപിതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? The parents love their young child and want him to be self-reliant. They use clever tricks to make the bird fly. The mother tempts him, bringing a piece of fish very near him and forces him to fly and get it. He dives for the fish. His wings open suddenly and he begins to fly. They succeed in their attempt and are extremely happy at it. Fourth question, identify the words or expressions used in the story to express thoughts, attitudes, movements, sounds, emotions, appearance, descriptions of the birds, places, etc. ചിന്തകൾ, മനോഭാവങ്ങൾ, ചലനങ്ങൾ, ശബ്ദങ്ങൾ, വികാരങ്ങൾ, രൂപം, പക്ഷികളുടെയും സ്ഥലങ്ങളുടെയും വിവരണങ്ങൾ എന്നിവയെ കുറിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളും എന്തൊക്കെയാണ്? ആൻസർ, places. The great expanse of the sea stretched down beneath. The rough, dirt-caked straw nest. The ledge ended in a sheer fall of precipice. A deep, wide crack. A vast green sea beneath, etc. Birds. He, the young seagull, had taken a little run off the ledge and attempted to flap the wings. He failed to muster up courage. His father and mother had come around, calling to him shrilly, scolding and threatening him. He then trotted back, etc. Fifth question, do you think that such expressions make the narrative more effective and engage your interest and attention? ഈ പ്രയോഗങ്ങൾ ഫലപ്രദവും നിങ്ങളുടെ ശ്രദ്ധയും താല്പര്യവും ഉണർത്താൻ പ്രാപ്തവുമാണോ? Answer, these expressions do make the piece interesting and engage my attention. Okay, sixth and the last question, what is the message of the story? ഈ കഥ നൽകുന്ന സന്ദേശം എന്താണ്? The message of the story is that if we should succeed in life, we have to become courageous and self-reliant from a young age. Okay friends, അപ്പോൾ നമുക്കിനി അടുത്തത് റിവ്യൂ ഓഫ് എ സ്റ്റോറി. നമ്മുടെ അസൈൻമെന്റ് ആണ്, റിവ്യൂയിലേക്ക് കടക്കാം. Okay, and first introduction ആണ്. ഇൻട്രൊഡക്ഷനിൽ ബേസിക് ഫാക്ട്സ് അബൌട്ട് ദ സ്റ്റോറി, ടൈറ്റിൽ, ഓതർ, സ്റ്റോറി ജനർ ഇത്രയും ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് is summary, ബ്രീഫ് സമ്മറി, അതിന്റെ സെറ്റിംഗ്, മെയിൻ ക്യാരക്ടേഴ്സ്, മെയിൻ ഇവന്റ്സ് ഓർ പ്രോബ്ലംസ്, അത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് പേഴ്സണൽ റിഫ്ലക്ഷൻ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എന്താണ് എന്നത് എഴുതണം. Critical analysis, author's purpose of writing the story, setting of the story, development of characters, structure of the plot, literary devices, message and theme. ഒരു കവിതയാണെങ്കിൽ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ എഴുതുന്ന പോലെ ആ കാര്യങ്ങളൊക്കെ ഈ ക്രിറ്റിക്കൽ അനാലിസിസിൽ ഉണ്ടായിരിക്കണം. ആൻഡ് കൺക്ലൂഷൻ, വെദർ ഐ റെക്കമെൻഡ് ദിസ് ഓർ നോട്ട് റെക്കമെൻഡ് ദിസ്, അത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഞാൻ ഇത്രയും ആക്ടിവിറ്റീസിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിവരിച്ചു തന്നതിന് കാരണവും ഇത് തന്നെയാണ്. റിവ്യൂവിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിവ്യൂ എഴുതേണ്ടത്. മെസ്സേജ്, തീം, ക്യാരക്ടേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പറഞ്ഞു പോയി. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിവ്യൂ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് കടക്കാം. ലിയാം ഒ ഫ്ലഹർട്ടീസ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് is a little story with a great message. It emphasizes the importance of building up confidence and self-reliance at an early age.
Okay, second paragraph. Summary ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. The seagull family consisted of 5 members. Father, mother, 3 sons and a daughter. All except the young seagull. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. യണ്ടല്ല യങ് ആണ് കേട്ടോ. Young seagull could fly. Their parents trained them and they developed confidence and self-reliance. But the young seagull was afraid to fly. His parents shouted at him, scolded him, and even threatened him with starvation. But he preferred to stay at this dirty nest. Heat and hunger troubled him. His mother came close to him carrying a piece of fish in her beak. The young bird at last leaped forward to get the fish. He fell outwards and downwards in the space. The wind rushed against his breast feathers and the stomach and the wings. Soon the wings opened. They began to cut the air. He then landed on the sea. His feet began to sink, but when his belly touched the water, he would not sink further. This made him confident. His parents and his brothers and sisters joined him. They were extremely happy. Okay, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഇത് പേഴ്സണൽ പെർസ്പെക്റ്റീവ്സ് ആണ്. Okay, I like this story very much. In this story, the parents sometimes behave in a cruel manner because they want to make their children self-reliant. It does not mean that they do not love you. It is because they love you that they want you to become independent and self-reliant. It's a great message for the younger generation. That's why I like this story. Okay, ഇനി നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ അനാലിസിസ്, ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ അത് പോയട്രിക്ക് കഥയ്ക്ക് നമുക്ക് ക്രിട്ടിക്കൽ അനാലിസിസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. The story is told in simple language. The dramatic situations in the story attract the readers. The writer has made the story so homely that we feel that it is the story of a human family. The message it conveys is splendid. The loving and caring parents, the affectionate brothers and sisters, and the innocent young seagull seem to be our dear ones. Okay. ഇനി ലാസ്റ്റ് പാരഗ്രാഫ്, ദ കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ പറഞ്ഞല്ലോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നോ ഇല്ലയോ എന്നാണ് മെയിൻ ആയിട്ട് എഴുതേണ്ടത്. ദാറ്റ്സ് ദ ലാസ്റ്റ് വൺ. The theme of the story is the need for building self-reliance in young people. The message of the story is that if we should succeed in life, we have to become courageous and self-reliant from a young age. It's a great message for children like us and also for our parents. So I recommend this story for all readers. Okay friends, അങ്ങനെ നമ്മൾ റിവ്യൂ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ആൻഡ് അതാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക, ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.